യാത്രകൾ വെറും സഞ്ചാരമല്ല, മനസ്സിലെന്നും ജീവിക്കുന്ന ഓർമ്മകളാണ്. ഞങ്ങളുടെ കുടുംബത്തിന് അത്തരമൊരു പ്രത്യേക യാത്രയായിരുന്നു ഈ പളനി യാത്ര. ഇന്ദ്രനീലിന്റെ തലമുണ്ടനത്തിനായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചത് പളനിയിലേക്കാണ്. രാത്രിയുടെ നിശബ്ദതയിൽ പ്രാർത്ഥനകളോടെയും സന്തോഷങ്ങളോടെയും ഞങ്ങൾ യാത്ര തുടങ്ങി. കുടുംബം മുഴുവൻ ഒരുമിച്ച് ചിരികളും തമാശകളും പാട്ടുകളും നിറഞ്ഞ വഴികൾ. ഓരോ കിലോമീറ്റർ കടന്നു പോകുമ്പോഴും യാത്രയുടെ സന്തോഷം കൂടിക്കൂടി വന്നു. നല്ല പാട്ടുകളും നല്ല ഭക്തി ഗാനങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞു. മണിക്കുട്ടി എന്ന വണ്ടിയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇവിടെ സർവീസ് അടിപൊളിയാണ്. നെടുങ്കണ്ടത്താണ് ഇവരുടെ സ്ഥലം. അടിപൊളി സർവീസും അഫോർഡബിൾ റേറ്റും, ഇതാണ് ഇവരുടെ ഹൈലൈറ്റ്. അടിപൊളിയായിട്ട് ഇവര് നമ്മളെ കൊണ്ടുപോയി. അത് മാത്രമല്ല, നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും ഛർദ്ദിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ആർക്കും ഒരു ക്ഷീണം പോലും തട്ടാതെ അവർ പതുക്കെ ഇറങ്ങി. ഞങ്ങൾ തേനി വഴിയാണ് യാത്രയായത്. ഇത് മാമന്റെ പാട്ടാണ് ഈ കേൾക്കുന്നത്. മാമൻ അംഗം പാട്ടിറക്കിക്കൊണ്ടിരിക്കുകയാണിത്. എല്ലാവരെയും വണ്ടിയിലുള്ള ഒരു 90% ആളുകളും ഗായകരാണ്. ഇതാ അനാമികയുടെ അടിപൊളി ഒരു ഗാനം. എല്ലാവരും ലതേമ്മ തൊട്ടടുത്തിരുന്ന് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തത് പാടാൻ വേണ്ടിയിട്ട്. ഇതാ ലതേമ്മയുടെയും തലയുടെയും വൻ ഗാനം. ഇവർ പ്രൊഫഷണൽ ഗാനങ്ങൾ മാത്രമേ പാടുള്ളൂ. ഫജൻസിൻ്റെയൊക്കെ ടീംസാണ് ഇവര്. ഏതോ പ്രൊഫഷണൽ ഗാനം ഇവരിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്നത്. ഇവളൊക്കെ വൻ ഗായികന്മാരാണ്. പക്ഷെ ഇവർ നിർബന്ധിച്ച് മാത്രം പാടുന്നവരാ. അതിൻ്റെ ഇടയിൽ അളിയൻ്റെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ സൗണ്ട് എടുത്ത് ആളുകളെ കൊടുകൂടാ പൊട്ടിച്ചിരിപ്പിക്കുന്ന മനുളിയൻ. ആയിരിക്കുന്ന മിഥുൻ മനോജ് ഉണ്ടല്ലോ, അവനിടയ്ക്ക് ക്യാമറ കാണുമ്പോൾ അവനെ പല സ്ഥലത്തും ശ്രദ്ധിച്ചു. ക്യാമറ കാണുമ്പോൾ മുഖം പൊത്തും. അവൻ്റെ ഐറ്റം അതാണ്. പല സ്ഥലങ്ങളിലും ഉണ്ട്. എൻ്റെ അമ്മോ, ഈ തിരക്കിനിടയിൽ ഇവള് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതാണെങ്കിൽ പിന്നെ ഓക്കെ നോക്കാം. എന്നാലും കണ്ണെഴുതുന്ന കാര്യത്തിൽ അവളെ സമ്മതിക്കണം. കാരണം റോഡിൽ വണ്ടി ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ അവള് കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നു. ഒന്നും പറയാനില്ല. കണ്ടോ, ഇത് നോക്കി എത്ര ഇതൊക്കെ എക്സ്പേർട്ടുകൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല. അപ്പം ഞങ്ങളും വിട്ടുകൊടുത്തില്ല. പാട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങളും കയറി പിടിച്ചു ഒരു പാട്ടങ്ങോട്ട്. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് പഴനിയിലെത്തി. ഇത് അവിടെ പോകാൻ കച്ചവടക്കാരും ഭയങ്കര മാർക്കറ്റിംഗ് തന്ത്രങ്ങളാട്ടോ അവിടെ. കുറേ പേര് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. തലമുണ്ടനം ചെയ്യണോ സ്വാമി, വാങ്ങേ 200 രൂപ മട്ടൻ തയ്യാറൊക്കെ എന്നൊക്കെ പറഞ്ഞ്. ഈ കഥ പറഞ്ഞില്ലല്ലോ. ഇത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഷിജിയമ്മ ഇതറിയാതെ പെട്ടെന്ന് ആ കടയിൽ ചെന്ന് ചോദിച്ചു, കോഴിക്കറി ഉണ്ടോയെന്ന്. അപ്പോൾ ഇത് പഴനി ക്ഷേത്രമാണല്ലോ, അവിടെ വെജിറ്റേറിയൻ ആണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർ ഇറുക്കെന്ന് പറഞ്ഞിട്ട് ഒരു കോഴീനെ എടുത്തുകൊണ്ട് വന്നു. ഷിജിയമ്മയുടെ ചുവട്ടിൽ വെച്ചു. അതിനുശേഷം കുറച്ച് സാമ്പാർ കറിയും കൊടുത്തു. ഇപ്പോൾ കോഴിക്കറി ആയില്ലേ എന്നും ഒരു ഡയലോഗും. ആ ഹാസ്യം കേട്ട് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഈ കണക്ക് എഴുതുന്നത് ആരാണെന്നറിയാമോ? ഈ കടയിലെ ആളല്ല. തോർത്തൊക്കെ തോളയിലിട്ട് എഴുതുന്നത്. കടയിൽ ആള് കുറവായത് കൊണ്ട് ആണ് ആ കണക്കൊന്ന് കേട്ട് പാറങ്കിയെന്ന് പറഞ്ഞപ്പോൾ ശരി അത് പറവായില്ല എന്നും പറഞ്ഞത് കണക്കെടുക്കുന്നതാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ് കഴിച്ചത് എന്നൊക്കെയാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ ഡാഡിയും ഉണ്ട്. എന്തൊക്കെ കഴിച്ചു എന്ന് കണക്കെടുക്കാൻ വേണ്ടിയിട്ട്, കണക്ക് തെറ്റിപ്പോകരുതല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ഇറങ്ങി. ഇതൊരു മണ്ഡപമാണ്. ഇവിടെയാണ് കാവടി എടുക്കുന്നതിൻ്റെയും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കൊട്ടും പാട്ടും ബഹളവും എല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതെവിടെയാണ് ചീട്ടെടുക്കുന്നത്? ഫ്രീ ആയിട്ടാണ് നമുക്ക് ചീട്ടെടുക്കാൻ പറ്റുന്നത്. അതെവിടെയാണ് ചീട്ടെടുക്കുന്നതെന്നൊക്കെയാണ് ഞങ്ങൾ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരവിടെ ആ കാവടി തുള്ളുന്നത് കണ്ട് ഇന്ദ്രനീല എൻജോയ് ചെയ്യുന്നതാണ് കാണുന്നത്. അമ്മായി എല്ലാവരും തലമുണ്ടനം ചെയ്യുന്നത് കാണാൻ വേണ്ടിയുള്ള ധൃതിയിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് നേരെ തലമുണ്ടനം ചെയ്യുന്നിടത്ത് പോയി. അവിടെ ഒരു ഫ്രീ റെസിപ്റ്റാണ്. എത്ര പേർക്ക് ചെയ്യണം എന്ന് ചോദിക്കും. നമ്മൾ ആളുടെ എണ്ണം പറയുമ്പോൾ ഒരു ബ്ലേഡും അവിടെ നിന്നൊരു കൂപ്പണും തരും. ആ കൂപ്പണും കൊണ്ട് ഒരു റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ നിരവധി ആളുകൾ, ഇതിൻ്റെ ആളുകൾ തന്നെ ഇരിക്കുന്നത്, മുഴുവൻ ഫ്രീ ആണ്. പക്ഷേ ഇത് നമുക്ക് നേരത്തെ അറിയില്ല എങ്കിൽ ഇവരെല്ലാത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇപ്പം ഞങ്ങളൊരു ബ്ലേഡും മേടിച്ച് അകത്ത് ചെന്നു. അണ്ണൻ്റെ അടുത്ത് ചെന്നത്. അണ്ണൻ അവിടെ നമ്മളെ മാറ്റി വിടുകയാണ്. അവിടെയൊക്കെ മൊത്തം ആൾക്കാർ വരുന്നതാണ് അങ്ങോട്ട് മാറിയിരിക്കുന്നു പറഞ്ഞ്. അപ്പം അതിന് അപ്പുറം നോക്കി മുതുവാങ്കുടി അച്ഛയും പീക്കറുമാണ് അവിടെ മുട്ടയടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് മുട്ടയടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ദ്രനീലും ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കുഴപ്പമില്ല, പുള്ളി വലിയ പ്രശ്നമില്ല. പുള്ളിയുടെ ഐഡിയ മറ്റേ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് കാർട്ടൂൺ പ്ലേ ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം കാർട്ടൂണിൻ്റെ ശ്രദ്ധയിൽ അവൻ ഇരിക്കുമ്പോൾ ആ തക്കത്തിന് നോക്കിയിട്ടാണ് ഇവർ ഷേവ് ചെയ്യുന്നത്. ഭയങ്കര പ്രൊഫഷണൽ ടീമാണ്, കാരണം ഫുൾ ടൈം ഇതാണുള്ള പരിപാടി. അപ്പോൾ ഇവർക്ക് നമ്മൾ പ്രത്യേക ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിലവിൽ. പക്ഷേ നമ്മുടെ ഒരു ആചാരമാണുള്ളത്. കഴിയുമ്പോൾ ഒരു ദക്ഷിണ പോലെ ഒരു 100 രൂപ കൊടുക്കാം എന്ന് കരുതിയപ്പോൾ പുള്ളി 100 ഉള്ളോ എന്ന് ചോദിച്ചു. പിന്നെ 200 കൊടുത്തു. 200 കൊടുത്തപ്പോൾ തികച്ച് കൊടുപ്പാന്നൊക്കെ പറഞ്ഞ ഡയലോഗ്. പിന്നെ ഞങ്ങൾ 200 തന്നെ കൊടുത്തിട്ട് പതുക്കെ ഇങ്ങ് പോന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞ സൗജന്യ മുടി മുണ്ടാന കേന്ദ്രം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മേളിൽ കാണുന്ന മലയാണ് നമ്മുടെ പളനിമല. മാമയുടെ കയ്യിലിരിക്കുന്ന ആ കുപ്പി ഉണ്ടോ, അത് ഷുഗറിന്റെ കുറയാനുള്ള എന്താ ഔഷധ മരുന്നാണ്. ഇതൊക്കെ അവിടെ കയറ്റി വിടുന്നതിന് മുമ്പ് സെക്യൂരിറ്റി അത് ചോദിച്ചു, ഇതെന്താണ് ഇന്തമാതിരി സരക്കൊന്നും എനിക്ക് ഏറ്റക്കൂടാതെ. അപ്പോൾ സ്വാമി ഇത് സരക്കല്ല, ഇത് മരുന്നാണെന്നൊക്കെ പറഞ്ഞ് മാമന് അകത്ത് കയറി വന്നു. ഇവിടെയാണ് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം. ഇവിടെയും ഫ്രീ ആണ്. ഇവിടെ ചെരുപ്പുകളെല്ലാം നമ്മൾ അടുക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ചെരുപ്പില്ലാതെയാണ് പോകാൻ പറ്റുകയുള്ളൂ. ചില ശബരിമലയിലൊക്കെ നമുക്ക് മലയുടെ മുകളിൽ കയറ്റം കയറുമ്പോഴൊക്കെ ചെരുപ്പ് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ അത് പറ്റില്ല. ഇവിടെ നേരത്തെ തന്നെ ഇട്ടിട്ട് പോകണം. ഇപ്പൊ പീകുവിന്റെ തലയിൽ ഞങ്ങൾ ചന്ദനം തൂക്കുകയാണ്. ചന്ദനം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുഴച്ചുകൊണ്ട് വന്നിരുന്നു. നല്ല ചന്ദനം ഉള്ളത് കൊണ്ട് അത് തന്നെ കൊണ്ടുവന്നു. ഇവിടുന്ന് വരുന്നത് ഫുൾ കെമിക്കലാണ്. കെമിക്കൽ ചന്ദനം ആയതുകൊണ്ട് അത് കൊള്ളില്ല. നമ്മൾ നല്ല പൂജാദ്രവ്യ കടകളിൽ നിന്ന് നല്ല ചന്ദനം വാങ്ങി കുഴച്ച് വേണം കൊണ്ടുവരാൻ. ഇവിടുത്തെ കെമിക്കൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഇന്ദ്രനീലിൻ്റെ യാത്രയായപ്പോൾ തന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങളും പതിയെ സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെന്നു. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോൺ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേ നമുക്ക് പിന്നെ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ തിരിച്ച് താഴെ ഇറങ്ങി വന്നു. ഞങ്ങൾ മാങ്ങയല്ല പേരയ്ക്ക മേടിക്കുന്ന അക്ക എടുത്തിരുന്നു. അക്കയാണെങ്കിൽ ഒടുക്കത്തെ കച്ചവടം. ഈ അടുത്ത് നിൽക്കുന്ന അക്ക കണ്ടോ, ആ അക്ക തൊട്ടടുത്ത കടയിൽ മാങ്ങ വയ്ക്കുന്നതാണ്. ഇവിടെ മേടിക്കാനാണെന്ന് ഓർത്തുകൊണ്ട് അക്ക ഇതാ മാങ്ങയുമായിട്ട് വന്നു. പക്ഷെ ഞങ്ങളൊരു 1/2 കിലോ പേരക്കായും മേടിച്ചുകൊണ്ട് വിട്ടു പോന്നു. മാങ്ങയൊന്നും മേടിച്ചില്ല. ഈ സ്ഥലം മുഴുവൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ഫുൾ മാർക്കറ്റാണ്. എല്ലാ പച്ചക്കറികളും പഴങ്ങളും ക്ലിപ്പ്, മാല, വള, കമ്മൽ, 10 രൂപയുടെ സാധനങ്ങൾ, 100 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഏതെടുത്താലും 100, ഏതെടുത്താലും 10, ആ മോഡൽ ഐറ്റംസ് ആണ്. ഒരു മാങ്ങകൾ വന്നെങ്കിൽ മത്തങ്ങ പൊളിക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് മൊത്തം വിഷമാണ്, ഇത് തിന്നാൻ കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു കൊടുത്തു വിട്ടു. വേണ്ടെന്ന് പറഞ്ഞു. വിഷമാണോ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതേന്നും പറഞ്ഞിട്ട് ഇത് അല്ലെങ്കിൽ ഇത്രയും വലുതാവില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു വിട്ടു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിലെ കുറേ സാധനങ്ങൾ അയലിലൊക്കെ മേടിക്കാൻ പോയി. അപ്പോഴത്തേക്കും നമ്മുടെ മണിക്കുട്ടി വണ്ടി അവിടെ അപ്പുറം വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ആ മണിക്കുട്ടി വണ്ടിയിലേക്ക് പോയി. നല്ല ചൂടായിട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സമയം ഒരു 2 മണിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്. പിന്നെ ഇന്ദ്രനീലൊക്കെ നല്ല ഉറക്കമായതുകൊണ്ട് വലിയ ക്ഷീണം പറ്റും. അല്ലാശാനൊക്കെ പകുതി മയക്കത്തിലാണ് ഇരിക്കുന്നത്. മനുവിളിയൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ക്ഷീണമാണെന്ന്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല മറ്റേ മിഥുൻ മനോജിൻ്റെ കാര്യം. അവനാണത് ക്യാമറ കാണുമ്പോൾ അവൻ എന്തോ അലർജി പോലെയാണ്. പെട്ടെന്ന് അവനത് മറച്ചു കളയും. എല്ലാവരും ക്ഷീണിതരാണ്. എല്ലാവരും വേർത്ത് മാളമൊക്കെ ക്ഷീണിച്ചിരിക്കുന്നു. അമ്മായിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ കടയിലെ ആൾ പോലെ ഇട്ടത് ദോഷമൊക്കെ ഇരിക്കുന്നു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിലെ ചോദിച്ചിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, അക്ക എന്താ ഊരെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവിടെ കണ്ടോ ഇതുപോലെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് കല്യാണങ്ങളും ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി തൊട്ട് പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി വന്ന് നേരെ വണ്ടിയിലേക്ക് കയറി. നല്ല ചൂടായിരുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് ഫാനും AC എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നേരെ ചെന്നു ഫാനൊക്കെ ഇട്ട് നമ്മൾ കൂളായി. അതിന് ശേഷം നമ്മൾ നല്ല ഒരു കടയിലേക്ക് കയറി. നല്ല ബിരിയാണി, നല്ല ചോറും ഒക്കെ കിട്ടുന്ന ഒരു കടയിലേക്ക്. ഇതാണ് ബിരിയാണി നമുക്ക് തന്നത്. എന്നാൽ മറ്റേ ചായയൊക്കെ വെക്കുന്ന പാത്രത്തിൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഇത് തേനിയിൽ തന്നെ ഉള്ളൊരു കടയാണ്, മലയാളി കടയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരെ ബിരിയാണി മേടിച്ചുള്ളൂ. ബാക്കിയുള്ളവർ ചോറാണ് കഴിച്ചത്. തിരിച്ച് വണ്ടി കയറി വീണ്ടും ഞങ്ങൾ ഒരു ഒറ്റപ്പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോരുകയാണ്. ഞങ്ങളിപ്പോൾ ഇനി പോകുന്നത് തേനി വഴി തന്നെയാണ്. ബോഡിമെട്ട് കയറി പൂപ്പാറ വഴി രാജകുമാരിയാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു പാട്ടൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെ കയറിയപ്പോൾ തന്നെ ഒരു പാട്ടൊക്കെ പാടി. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ മയക്കത്തിനേക്കുള്ള പോക്കാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു പാട്ടൊക്കെ പാടി ഒന്ന് എൻ്റർടൈൻ ചെയ്തിട്ട് അങ്ങോട്ട്
പോകാന്ന് വെച്ച് ഇരിക്കുന്ന. പാട്ട് തീർന്നേ ഉള്ളൂ, എല്ലാവരും അതൊക്കെ മയങ്ങി കഴിഞ്ഞു. നല്ല സോങ്ങൊക്കെ ഇപ്പോൾ സിസ്റ്റത്തിൽ സോങ് ഇട്ടേക്കുവാണ്. നല്ല തലയൊക്കെ നല്ല ഉറക്കം, എവിടെയാ നല്ല പൂക്കുറ്റി ഉറക്കത്തിലാണ്. കാരണം എല്ലാവരും മടുത്തായിരുന്നു, നല്ല വെയിലായിരുന്നല്ലോ, അതുകൊണ്ട് നല്ലതായിട്ട് മടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചത് ഒരു ചായക്കടയിൽ കയറി ഒറ്റ ചായയും ഒരു വടയും കഴിച്ചു. ദോഷമാണ് ഈ ചായ. സാമ്പാറല്ല വേറെ നല്ലൊരു സാധനമായിരുന്നു, എന്തോ ഒരു വെറൈറ്റി ചട്നി. എങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പറാണ്. പക്ഷെ അവൻ്റെ മുഖം കണ്ടറിയാം ഒരു താല്പര്യമില്ല അത് തിന്നുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇന്ദ്രനീല് നല്ല അടിപൊളി ലുക്കിൽ നിന്നും മുട്ട ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ഇതാണ് കേട്ടോ ചായക്കട. പക്ഷെ നമ്മൾ നല്ല എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കാണുന്നോർത്ത് ചെന്നതാണ്. പക്ഷെ ഇവിടെ പലഹാരങ്ങളുണ്ട്, ഫുൾ ബേക്കറി ഐറ്റംസ് ആണ്. ഫുൾ ബൺ, പിന്നെ സമൂസ മാത്രം ഉണ്ടായിരുന്നു. ബാക്കി മൊത്തം ഈ ബേക്കറി, കേക്ക്, അത് ഇതൊക്കെയുള്ള അങ്ങനെ സാധനങ്ങളാണ്. പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വട വന്നു എന്നുള്ള കേസ് മാളും എങ്ങനെയൊക്കെ എണിച്ചറിഞ്ഞത്. അവിടെ പോയി ക്യൂ നിന്ന് അണ്ണൻ്റെ കയ്യിൽ നിന്ന് വട മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്, കുറേ വട മേടിച്ചിട്ടുണ്ട്. അച്ഛ കുറേ വട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനൊരു വടയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ചെറിയ ആക്റ്റീവായി. അവൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. തിരിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങളുടെ സ്ഥിരം ഗെയിമായ അന്താക്ഷരിയിലേക്ക് കടന്നു. അന്താക്ഷരി ഒന്നും പറയാനില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ അന്താക്ഷരിക്ക് ഒരു ഓളം വരുത്താൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ ഞങ്ങൾ മേലേക്ക് കയറി വന്നിട്ടുള്ള സ്ഥലം. ബോഡിമെട്ടിൻ്റെ ഒരു ഹെയർ പിൻ, ഒരു താഴേന്ന് ഒരു 5ാമത്തെ ഹെയർ പിൻ ആയിരിക്കും ഇത്. ഇവിടെ അടിപൊളി വ്യൂ ആട്ടോ, നല്ല വ്യൂ, നല്ല കാറ്റ്, നല്ല പെട്ടെന്ന് റിലാക്സ് ആവാം. നമ്മളൊരു 5 മിനിറ്റ് അവിടെ നിന്നാൽ മതി, നമ്മളാ പോയതിൻ്റെ ക്ഷീണം മുഴുവൻ മാറുന്ന റിലാക്സേഷനാണ് നമുക്കവിടെ. അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നിന്നു, കാഴ്ചകൾ കണ്ടു. അവിടെ താഴത്തേക്ക് മറ്റേ ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഏതോ ഒരു ഇന്നത്തെ ചിന്താവിഷയമോ ഏതോ ഒരു സിനിമ, അതിൻ്റെ കുറേ ഡയലോഗുകളൊക്കെ അതിൻ്റെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ് ഇത്. മമ്മിയൊക്കെ അതായത് ഇത് അന്താക്ഷരി കളിച്ചിട്ട് രണ്ടാമത് DJ ജയിക്കാൻ വേണ്ടിയിട്ട് ടീമായിട്ട് ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ അതിൽ DJ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമുകളാണ് നിൽക്കുന്നത്. DJ ജയിച്ചത് ഇവരുടെ ടീമാണ്, പക്ഷെ അന്താക്ഷരി ജയിച്ചത് ഞങ്ങളുടെ ടീമാണ്. അപ്പം DJ ജയിക്കാൻ വേണ്ടി എല്ലാവരും മമ്മിയൊക്കെ എൻജോയ് ചെയ്യും കേട്ടോ. പുറകിൽ ലതമ്മയുണ്ട്, മാമൻസ് ഉണ്ട്, പിന്നെ മാളു, അള്ളിയൻ, എല്ലാവരും DJ അങ്ങോട്ട് ആസ്വദിക്കുക. അടിപൊളിയാട്ടോ. വണ്ടിയിൽ DJ മറ്റേ ലേസർ ലൈറ്റും ഫോഗും മണിക്കുട്ടിയിൽ അടിപൊളി പരിപാടികളുണ്ട്. ഓക്കെ, ലതമ്മയൊക്കെ ആയിട്ട് ഡാൻസ് കളിച്ചിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ രാജകുമാരിക്കാണ് തിരിച്ചത്. അപ്പോൾ വഴി എത്താറായി. ആതിരയൊക്കെ മടുത്തിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ അന്താക്ഷരി കളിച്ചതിൻ്റെ തർക്കം ഉണ്ടായിരുന്നു. അന്താക്ഷരി കളിച്ചപ്പോൾ ഞാൻ ടീം സ്പിരിറ്റ് കൂട്ടാൻ വേണ്ടി കുറേ മൂപ്പിച്ചു, കുറേ ഇത് പാടിയതാ അത് പാടിയതാന്നൊക്കെ പറഞ്ഞ് മൂപ്പിച്ച് അവരെ അങ്ങോട്ട് എരി കയറ്റിയിൽ ഏറ്റവും കൂടുതൽ വീണത് ആതിരാനിലും അനഘരാജേഷുമാണ്. അവർ രണ്ടുപേരും കൂടി എന്നെ എടുത്തിട്ട് ഇടിച്ചില്ലെന്നുണ്ട്, അതുപോലെ ദേഷ്യത്തിലേക്ക് ആക്കിച്ചവരെ. അപ്പോൾ അവർ പാടാത്ത പാട്ടൊക്കെ ഞാൻ വെറുതെ ഈ പാട്ട് പാടിയതാന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് അങ്ങനെ എരി കൂട്ടി എല്ലാ ടീം സ്പിരിറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പം ഞങ്ങൾ വന്നിട്ട് അങ്ങനെ ഒരു യാത്ര അവസാനിച്ചെങ്കിലും ഓർമ്മകൾ ഇനി എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അടിപൊളി ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ ഈ പളനി യാത്ര, മറക്കാൻ